ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമ്മുടെ നന്ദിക്കര സ്കൂളിൽ ഒരു 30 വർഷം മുന്നേ പഠിച്ചു പോയ 1987 കൂട്ടുകാരൊന്ന് ഒത്തുചേരുകയാണ്. അപ്പോൾ അവരുടെ ഓർമ്മകളാണ് ഈ പോസ്റ്റ്. അപ്പോൾ ഇതിനകത്ത് വരാൻ സാധിക്കാത്ത വിദേശത്തായിരിക്കുന്ന കുറേ കൂട്ടുകാരുണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും എന്താ പറയുക, ഇതിനകത്ത് ഒന്ന് പങ്കുചേരാനുള്ള അവസരമായിട്ടാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത്. ഒരു വട്ടം കൂടിയെന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ഒരു വട്ടം കൂടിയെന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലുത്തുവാൻ മോഹം. മരമൊന്നുലുത്തുവാൻ മോഹം. ഒന്നാനം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ, നീ എന്റെ തേന്മാവിൽ ഊഞ്ഞാലാടാൻ വാ. ഒന്നാനം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ, നീ എന്റെ തേന്മാവിൽ ഊഞ്ഞാലാടാൻ വാ. വെണ്ണക്കല്ല് കൊണ്ടുവന്നു വിണ്ണിലെ പൂത്തുമ്പി, ചന്ദനത്തിൻ വാതിൽ വെച്ചു ചന്ദ്രകലാശിൽപ്പി, പൊന്നുകൊണ്ട് താഴെ തീർക്കാൻ വന്നു മിന്നാം മിന്നി. വെൺപണിയും പൂശി, വാവാ നീ എൻ കുളിരേ, വാവാ നീ പെൺകുളിരേ, വാവാ നീ എൻ കുളിരേ, വാവാ നീ പെൺകുളിരേ. ഒന്നാനം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ, നീ എന്റെ തേന്മാവിൽ ഊഞ്ഞാലാടാൻ വാ. കാവേരി തീരത്തോ കാട്ടരുവിയോരത്തോ പറ്റിപ്പോയിട്ടില്ലേട്ടാ. കോട്ട എത്രത്തോളം നന്നായെന്ന് അറിയില്ല കേട്ടോ. ഇതൊരു പരിശ്രമമാണ്. മഴത്തുള്ളികൾ 2018 വേദിയിലേക്ക് വീണ്ടും സ്വാഗതം. ഔപചാരികമായ പരിപാടികൾ ആരംഭിക്കുകയാണ്. ഗിരീശൻ, അംബിക, സെബാസ്റ്റ്യൻ, അകാലത്തിൽ നമ്മെ വിട്ടുപോയ നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾ, പിന്നെ നമ്മെ പിരിഞ്ഞുപോയ പൂർവ്വസൂരികളായ പ്രിയ അധ്യാപകർ, കൂടാതെ അകാലത്തിൽ വേർപാട് സൃഷ്ടിച്ച് ഈ വിദ്യാലയത്തിലെ മറ്റ് പൂർവ്വ വിദ്യാർത്ഥികൾ, എല്ലാവർക്കും 1987 SSC ബാച്ചിൻ്റെ സ്മരണാഞ്ജലി. ഒരു മിനിറ്റ് നേരം നമുക്ക് അവരെ സ്മരിക്കാം. അവരുടെ ദീപ്തമായ സ്മരണയ്ക്ക് മുന്നിൽ പ്രണാമമർപ്പിക്കാം. പ്രിയപ്പെട്ട സഹപാഠികളെ, കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഈ സുദിനത്തിൽ 30 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഈ പ്രിയ വിദ്യാലയാങ്കണത്തിൽ നമ്മൾക്കും കുടുംബാംഗങ്ങൾക്കും വീണ്ടും ഒത്തുചേരുവാൻ സാധിച്ചതിലുള്ള സന്തോഷം ഞാൻ എല്ലാവരുമായി പങ്കുവയ്ക്കുന്നു. ജീവിതത്തിലെ ഏറ്റവും സുന്ദരകരമായ കാലഘട്ടമാണ് സ്കൂൾ ജീവിതം. ഇന്നിവിടെ നമ്മൾ
വീണ്ടും ഓർത്തെടുക്കുകയാണ്. കലപിലയും കളിച്ചിരിയും പിണക്കങ്ങളും പരിഭവങ്ങളുമായി 30 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ വിദ്യാലയത്തിന്റെ മുറ്റത്ത് ഓടി നടക്കുകയായിരുന്നു. 1987 പഠിച്ചിറങ്ങിയ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് വരണ്ടാന്ന് വിചാരിച്ചതായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും 87 പോയിട്ടുള്ള കഥകളായിട്ടുള്ള കാരണം. ഇനി നമ്മുടെ ഈ ബാച്ചിലുള്ള എല്ലാവർക്കും, എല്ലാ ഫ്രണ്ട്സിനും, അവരുടെ മക്കൾക്കും നല്ലൊരു ഭാവി ഉണ്ടാവണം, ആരോഗ്യം ഉണ്ടാവണം, അവരെ കൊണ്ട് സമൃദ്ധിയിൽ വരണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ദൈവം അവരെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവരും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം എല്ലാ കാര്യത്തിനും. ഞാൻ KS രാജു 10C. ബാല്യകാല കൗമാര സ്വപ്നങ്ങളിലെ സൗഹൃദ ബന്ധങ്ങൾ 1987 ഈ മുറ്റത്ത് നിന്ന് പടിയിറങ്ങുമ്പോൾ ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് മനസ്സ് പറഞ്ഞ ആത്മസുഹൃത്തുക്കളെ നമ്മുടെ ഈ സുന്ദരമായ സ്കൂൾ മുറ്റത്തേക്ക് വീണ്ടും 30 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു കൊണ്ടുവരുവാൻ കടക്കുന്നു. SSC 87 ബാച്ച് പ്രവർത്തന റിപ്പോർട്ട്. ഏകദേശം 2 വർഷം മുൻപ് 2016 സെപ്റ്റംബർ 25-ാം തീയതി ലഭിക്കുന്നു. നന്ദി, നമസ്കാരം. റിപ്പോർട്ട് പാസ്സാക്കുന്നതിനായിട്ട് എല്ലാവരും നല്ലൊരു കയ്യടി വേണം. സൗഹൃദത്തിന്റെ ആഴങ്ങൾ പങ്കുവെച്ച് പ്രൗഢഗംഭീരമായ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ച ശ്രീ KS രാജുവിന് സ്നേഹപൂർവമായ നന്ദി. അപ്പോൾ ഇപ്പോൾ റിപ്പോർട്ടിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഈ ഫണ്ട് രൂപീകരിച്ച് ഈ 87 ബാച്ചിലെ മാത്രം വിദ്യാർത്ഥികൾക്ക് അവരുടെ വീട്ടുകാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ എന്ന്. പക്ഷെ അത് അല്ല വേണ്ടത്. നന്ദിക്കര സ്കൂളിൽ ഇപ്പോഴും പഠിക്കുന്ന പല വിദ്യാർത്ഥികളും ഒരുപാട് ബുദ്ധിമുട്ട് സഹിച്ച് ഇവിടെ പഠിക്കുന്ന കുറേ വിദ്യാർത്ഥികളുണ്ട്. അവർക്കും കൂടി അത് പങ്കുവെച്ചുകൂടെ എന്ന് മാത്രമാണ് ഇതിനോട് ഞാൻ പറയാനുള്ളത്. ആംടോസിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എൻ്റെ ഭാര്യ ഷീബ, എൻ്റെ മകള് അനുഷ. ഇവിടെ ഞാൻ കൂടുതൽ മുന്നിൽ നിൽക്കുമ്പോൾ 50ലേക്ക് കടക്കാൻ പോകുമ്പോഴും ഒരു 9ന്റെ സ്പിരിറ്റാണ് കിട്ടുന്നത്. അതിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ ഫീലായിരുന്നു. ഒരിക്കലും നിങ്ങളൊക്കെ പിന്നെ സ്വാതന്ത്ര്യസംഘം പറഞ്ഞ രാജു പറഞ്ഞ പോലെ 30 വർഷമല്ല 31 വർഷമായി. ആ 31 വർഷം നമ്മൾ പൂർത്തിയായി. ആ 31 വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും കാണാത്തവരിതിലുണ്ട്. അവരെ കാണാൻ പറ്റാന്നുള്ളത് എനിക്ക് വല്ലാത്തൊരു ആഗ്രഹമായി. ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഓക്കെ, സോ ആ ആഗ്രഹം സാധിച്ചതിന് ഒത്തിരി നന്ദി. പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരോടും ഒത്തിരി നന്ദി. പിന്നെ വേറൊരു അഭിപ്രായം കൂടെ പറഞ്ഞു കേട്ടു. ടീച്ചേഴ്സിന് വിളിക്കേണ്ട കാര്യം അല്ല, ഞങ്ങളത് ആലോചിച്ചതായിരുന്നു. ആക്ച്വലി നമുക്കിവിടെ 2-3 മണിക്കൂർ സമയമുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് ടീച്ചേഴ്സിനെ വിളിക്കാന്ന് പറയുമ്പോൾ ഹൈസ്കൂളിൽ എല്ലാ ടീച്ചേഴ്സിനും വിളിക്കണം. അപ്പം എല്ലാവരും കൂടി വന്നു നമ്മൾ ടീച്ചേഴ്സിനെ നമുക്ക് പരിചയപ്പെടാനും അതിന് ഒരുപാട് സമയം പോകും. നമുക്ക് പരസ്പരം പരിചയപ്പെടാൻ പറ്റാതെ വരും. അത് ഒഴിവാക്കാൻ വേണ്ടി അടുത്ത പ്രാവശ്യം വലിയൊരു ഫംഗ്ഷൻ വെച്ച് ഇല്ല ടീച്ചേഴ്സിനൊക്കെ വിളിച്ച് പരിപാടി പറയണ്ട. അതൊക്കെ അല്ലേ, എല്ലാവരും തയ്യാറല്ലേ? ഓക്കെ. ഇനി ഞാൻ ഇന്ന് എന്നെ പറ്റി പറയാം. ഞാനിവിടുന്ന് പോയതിന് ശേഷം 2 അച്ഛനാൻ പഠിക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലേ, അവിടെ ചാടി പോന്നു. അത് കഴിഞ്ഞ് 5-6 വർഷം ബോംബെയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 24 വർഷമായിട്ട് സൗദി അറേബ്യയിലാണ്. 10 വർഷമായിട്ട് അവിടെ ചെറിയ ബിസിനസ് ഒക്കെ ഞാൻ പോകുന്നു. പിന്നെ എൻ്റെ ഭാര്യ ഷീബ വളരെ നല്ല കുട്ടിയാണ്. മെഡിക്കൽ കോളേജിൽ നേഴ്സുണ്ട്. എമർജൻസി തിയേറ്ററിലാണ്. ആരെങ്കിലും നല്ല വണ്ടിയുടെ ആക്സിഡൻ്റ് ഒക്കെ തന്നു കഴിഞ്ഞാൽ കോളേജിലില്ല. നേഴ്സ് ഉണ്ട് അവിടെ. മകളുടെ അനുഷ വിവേകാനന്ദ സ്കൂളിൽ +2 കഴിഞ്ഞ് നിൽക്കുന്നു. ഓക്കെ, ഫൈൻ. മോള് പാടോ? എല്ലാവരോടും എന്താ പറയണ്ടേ എന്ന് പോലും എനിക്കറിയില്ല. പേര് ബാബു, കൂടെ പഠിച്ചതാണ്. B ക്ലാസ്സിലായിരുന്നു. സ്കൂളിലെ തൊട്ട് പുറകിലായിരുന്നു വീട്. ഇപ്പോൾ ഉള്ളവരാണ് താമസം. എല്ലാവരും സുഖമായിരുന്നു. എന്ത് തോന്നുന്നു ഈ 31 വർഷങ്ങൾക്ക് ശേഷം വിവേകം കണ്ടപ്പോൾ? എന്ത് തോന്നുന്നു? എന്താ പറയാ, ഇന്ന് വന്നില്ലെങ്കിൽ എന്തോ ഒരു നഷ്ടപ്പെട്ടു പോകും.
ഞാൻ ഇതുണ്ടായിരുന്നു. സന്തോഷം. മൂന്ന് മക്കളുണ്ട്, ഭാര്യയുണ്ട്. ഭാര്യ ആർട്ട് ഹോസ്പിറ്റലിൽ മെഡിക്കൽ ലൈസൻസിന് ഇൻചാർജായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. 3 മക്കൾ പഠിക്കുന്നു. വെൽക്കം. എൻ്റെ പേര് ബാബു, നെല്ലായ്മ താമസിക്കുന്നത്. എനിക്ക് വാർത്തപ്പണിയാണ്. 10 നാൾ ഉണ്ടായിരുന്നു, 4 കൊല്ലം. ഞാൻ ഭാര്യ കൂടി. ഞാൻ അവരെ പരിചയപ്പെട്ടില്ല. ഇതൊരു പ്രിയ, ചെറിയൊരു ജോലിയുടെ കാളുണ്ട് സെൻട്രൽ ഓഫീസില്. നിങ്ങൾക്ക് അറിയാം, സെൻട്രൽ ഓഫീസിനൊക്കെ കണ്ടിട്ടുണ്ട്. മക്കളുടെ പേര്? ഈ മോളുടെ പേര് ദേവിക. ഇപ്പൊ 10th ആയിട്ട് തേവനന്ദ 7. ഇവിടെ സ്കൂളിലാണ്? അല്ല അല്ല, ശ്രീകൃഷ്ണൻ. പാട്ടൊക്കെ പാടും. അമ്മായി വന്നൊരു വരവേ, അതാ ഞാൻ പറയണേ. കാട്ടിന്ന് മരം പിടുത്തം കഴിഞ്ഞാൽ വരുന്നത് പോലല്ലേ അമ്മായി വന്നൊരു കാര്യം ഓർക്കുമ്പോൾ ഇപ്പോഴും പേടിയാണ്. അടുത്തതായി ബീന PN. എന്താ പറയാ, ആൻഡ്രൂസ് പറഞ്ഞ പോലെ തന്നെ ചെറുപ്പത്തിലേക്ക് പോയിപ്പോ എല്ലാവരും കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇതിന് വഴിയൊരുക്കിയ സോണി, രാമൂർത്തി, എല്ലാവർക്കും നന്ദിയുണ്ട്. ഇതെന്നെ 2 മക്കള്. ഹസ്ബൻഡ് ഇവിടെ പുത്തുക്കാവിലൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ കോളം ടയേഴ്സിൽ 9th ഇതാണ് പഠിച്ചിരുന്നത്. ഇപ്പൊ എല്ലാവരും കണ്ടപ്പോൾ നല്ല സന്തോഷമുണ്ട്. ഇതിന്റെ പിന്നിൽ എല്ലാവരും പ്രവർത്തിച്ച എല്ലാവരും നന്ദി പറയും. 2 മക്കൾ പഠിക്കുന്നു. ഞാൻ B ക്ലാസ്സിലാണ് പഠിച്ചേക്കുന്നത്. പിന്നെ വൈഫ്, 2 മക്കൾ. മൂത്താള് 7th, രണ്ടാമത്തെ ആള് 2nd സ്റ്റാൻഡേർഡ്. പിന്നെ ഇങ്ങനെ ഒരു പരിപാടിയിൽ ആദ്യമായിട്ട് പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. കുറേ കാലങ്ങൾക്ക് ശേഷമുള്ള ഒരു കൂടിക്കാഴ്ചയാണ്. ഇതിന് അവസരം തന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി. വൈഫിൻ്റെ പേര് ജൈന, മൂത്ത ആളുടെ പേര് എൽന, രണ്ടാമത്തെ ആള് അലീന. എന്തിനു കാണിക്കാനുള്ള കമാണ്ട് ഞാൻ രാപ്പാട് താമസിക്കുന്നത്. എനിക്കിപ്പോൾ 1 വർഷമായിട്ട് ഹെൽത്ത് സെൻ്ററിൽ ജോലി കിട്ടി, അറ്റൻഡറായിട്ട്. 2 മക്കള്, മോൻ, മകള്. ഒരാൾ IT പോണ്, ഒരാൾ +2 പിന്നെ 10-11 വർഷമായി.
പിന്നെ ഷമില, നാമൂട്ടി, രാജു, ഷാജു, വിനോദ്, ഓർമ്മയില്ല. അവർ വന്ന് ക്ഷണിക്കാൻ ഭയങ്കര സന്തോഷമായി. ഇടയ്ക്കൊക്കെ വിളിക്കലും നാമൂട്ടി കൂടുതലൊന്നും പറയാൻ താങ്ക് യു. എൻ്റെ പേര് ഹരിലാൽ. എല്ലാവരും അറിയുന്നില്ല. എൻ്റെ വൈഫ് ഓർമ്മയില്ല. 2 മക്കളാണ്. മൂന്നാള് ഡിഗ്രി പഠിക്കുന്നു, രണ്ടാമത്തെ ആള് +2 പഠിക്കുന്നു. ഞാൻ ഇപ്പോൾ താമസിക്കുന്ന മരത്തിനപ്പള്ളി എന്ന് പറയും. അതെ, അവളുടെ പേര് ദീപ. അവിടെയാണ് താമസം. മക്കൾ ആരും വന്നില്ല. നടുവൊക്കെ ഭയങ്കര വിഷയമാണ്. രണ്ടാളും ഒരാളെ കല്യാണത്തിന് പോയിട്ട് അവിടെ വീട്ടിലെത്തിയിട്ട് മൊബൈലായിട്ടാണ് അവർക്ക്. അനിലൻ കെയാർ. ആദ്യം കാരണം എന്നെ കണ്ടുപിടിച്ചേ. വേറെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. എന്നെ അവിടെ ഇരുന്നത് അറിയില്ലായിരുന്നു. 2-3 വർഷം കഴിഞ്ഞ ശേഷമാണ് ഞാനോട് പറഞ്ഞത് ആദ്യം. താങ്ക്സ് ഓൾ. ഫാമിലി ഇല്ല. നമസ്കാരം. നല്ല സന്തോഷമുണ്ട് കാണുമ്പോൾ. പക്ഷെ ഇനി വരാത്തവരെ ഓർത്തിട്ടൊരു സങ്കടമുണ്ട്. അവരെന്റേതായി ചെയ്തിരുന്നൊരു വിഷമം തോന്നുന്നു. എല്ലാവരും കാണുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെല്ലാവരും എത്തിയിട്ടുള്ളത്. പക്ഷെ കുറച്ച് പേര് കുറവുണ്ട്. എന്നാലും ഒരു സന്തോഷം. ഫസ്റ്റ് കൂടിയതാണ് ഞാൻ. പിന്നത്തെ വിശേഷങ്ങളൊന്നും പിന്നെ അറിഞ്ഞില്ല. പിന്നെ ഇപ്പോഴെങ്കിലും ഒന്ന് എത്താൻ പറ്റിയില്ല. എനിക്ക് വളരെ സന്തോഷം. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഷൺമുഖേട്ടൻ. പിന്നെ 2 മക്കളാണ് എനിക്ക്. പെൺകുട്ടികളാണ്. മൂത്താള് DDS ഫൈനൽ ഇയർ ചെയ്യുന്നു. രണ്ടാമത്തെ ആള് ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് തിരുവനന്തപുരത്ത് ചെയ്യുന്നു. അങ്ങനെ പ്രകൃതിയായിട്ട് ജീവിച്ചു. സന്തോഷം. നിങ്ങളേക്ക് കാണാൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട്. ഉള്ള നാളുകൾ കൂടിയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ കുറച്ചുപേരൊക്കെ നമ്മുടെ ഇവിടെയൊക്കെ പുതുക്കാട് അവിടെയൊക്കെ കാണാറുണ്ട്. പക്ഷെ എന്നാലും 31 വർഷമായിട്ട് കാണുന്ന ചിലരെങ്കിലും ആ മുഖങ്ങൾ, ആ കൊച്ചു ഇപ്പൊ സത്യമായി ഇവിടെ നിൽക്കുമ്പോ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരു 9ാം ക്ലാസ് വരെ സ്റ്റേജിൽ ഇവിടെ സംസ്കൃതം പദ്യോച്ചാരണത്തിന് ആണ്. എന്നും സംസ്കൃതം പദ്യച്ചാലാണ് എനിക്ക് ഫസ്റ്റ്. കാരണം എന്താ പറയാ, 5 പിള്ളേരല്ലേ. അങ്ങനെ വളരെ സന്തോഷം. എന്താ പറയാന്ന് അതുപോലെ എനിക്ക് എല്ലാവർക്കും ഒരു വളരെ സന്തോഷം. പതിനല്ലേ മതി. സിന്ദൂരാരുണ വിഗ്രഹം ത്രിനയനാം മാണിക്യമൗലി സ്ഫുരത്താരാനായക ശേഖരാം സ്മൃതിമുഖീമാഭീനോക്ഷോരുഹം പാണിഭ്യാമളിപൂർണരത്നചഷകം രക്തോൽപലം ഭിപ്രതിം സൗമ്യാം രത്നഗണസ്ഥരക്തചരണാം ധ്യായേ പരാമംബികാം. ചേച്ചി ഇന്ത്യയിലായല്ലോ. അടുത്തായി ഞാൻ 10B-യിലാണ് പഠിച്ചത്. പിന്നെ സുമതിയൊക്കെ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഇങ്ങനെ ഒത്തുകൂടൽ അവസരം കിട്ടിയത് സന്തോഷം. എല്ലാവരും കാണാൻ കഴിഞ്ഞു. പിന്നെ എനിക്ക് ഒരു മകളാണുള്ളത്. കാക്കനാട് വർക്ക് ചെയ്യുന്നു. സ്ഥലം വെള്ളത്തിക്കര. ജോബി. ജോൺസണിനെ അറിയാത്തവരുണ്ടാവില്ല. പറപ്പൂർ പഞ്ചായത്തിലെ പ്രതിപക്ഷ നേതാവാണ് ജോൺസൺ. ഞാൻ 10B-ക്ക് നോക്കുമ്പോഴേ ഹോംവർക്ക് ചെയ്യാണ്ട് എന്നെ പിടിച്ചുകൊണ്ട് നിർത്തിയ മറ്റേ വർഗീസ് മാഷൊക്കെ പിടിച്ച് നിർത്താറുണ്ട്. ആ ഒരു ഓർമ്മയെ തോന്നുന്നു. രാമൂട്ടിയും വിനോദും നിരന്തരമായിട്ട് വന്ന് എന്നെ പിടിച്ചുകൊണ്ട് വന്നതാണ്. ഞാൻ തുടക്കത്തിലൊന്നും വരാറില്ല. എന്തായാലും അവർ വളരെ നന്നായിട്ട് തന്നെ നമ്മുടെ ഈ കൂട്ടായ്മ സംഘടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഞാൻ നല്ല കോപ്പറേറ്റീവ് ബാങ്കിൽ വർക്ക് ചെയ്യണം. പിന്നെ പൊതുപ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ഉണ്ട്. ഇവിടെ പറപ്പുകര പഞ്ചായത്ത് മെമ്പറാണ്.
എല്ലാവരെയും കാണാൻ പറ്റിയ സന്തോഷം. പിന്നെ ഒരു ചോദ്യം വേണ്ട, ഫാമിലി ഇല്ല. KS രാജുവിന്റെ മകളാണ് വൈമൂല്യ. അവിടെ നിന്ന് മതി കാണില്ലേ? അവിടെ നിന്നാണ് ഈ മൈക്ക് കിട്ടാതെ എന്നാണ് ഇളന്നിരിക്കുന്നത്. ഞാൻ ബിജു, ഇത് വൈഫ് ശോഭിത, ഇത് മോൾ അനീറ്റ. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വളരെ സന്തോഷം തോന്നുന്നുണ്ട്. കുറെ ആൾക്കാരോട് അറിയാം, ഇവിടെ കാണാറുണ്ട്. കുറെ ആൾക്കാർക്ക് ഇപ്പോഴാണ് കാണുന്നത്. അതിനുശേഷം ഞാൻ മനോജ്, 10ാം ക്ലാസ് സീലാണ്. എൻ്റെ വൈഫാണ് ജൂലി, മകൻ ആകാശ്, ജീവൻ, രണ്ടുപേരും ശ്രീരാമകൃഷ്ണൻ പഠിക്കുന്നു. ഞാനിപ്പോൾ പോലീസിൽ വർക്ക് ചെയ്യുന്നത് വടകര പോലീസ് സ്റ്റേഷനാണ്. അത് പഴനി പോയപ്പോൾ കൊണ്ടടിച്ചാണ് രണ്ടുപേരും. അവർക്ക് വരാനും മടിയായിരുന്നു. പിന്നെ അച്ഛൻ്റെ കൂട്ടുകാരന്മാരെ കാണാലോ വന്നതാണ്. വേറൊന്നും പറയല്ലേ, എല്ലാവരും കണ്ടതിൽ വളരെ സന്തോഷം, വളരെ വളരെ സന്തോഷം. താങ്ക് യു. എൻ്റെ വീട് കല്യാണം കഴിച്ചത് കൊടുങ്ങല്ലൂർക്കാണ്. എൻ്റെ പേര് മീരമായി. എല്ലാവരും കണ്ടതിൽ സന്തോഷം. ഹസ്ബൻഡ് ഇടവിലങ്ങ് സരസ്വതി വിദ്യാലയത്തിൻ്റെ മാനേജറാണ്. ഞാൻ ഹെൽത്തിലെ ആശാ വർക്കറാണ്. 2 മക്കൾ, 2 ആൺകുട്ടികൾ. മൂത്താള് ദുബായിലാണ്, ഇടയാള് ഡിഗ്രിക്ക് പഠിക്കുന്നു. ഞാൻ നാരായണൻ, NP പഠിച്ചവര് ഒരുവിധ ആൾക്കാരും നാട്ടിലെ ശരിക്കും പറയണേ അല്ലേ സുമതിയെ? ആൾക്കാരുണ്ട്. ഇതെന്റെ മകള് ഫാമിലി വന്നിട്ടില്ല. എൻ്റെ പേര് പ്രസന്ന. ഞാൻ 10th C-ലായിരുന്നു. എനിക്ക് 2 മക്കളുണ്ട്, 2 പെൺകുട്ടികളാണ്. ഒരാളുടെ കല്യാണം കഴിഞ്ഞു, കൊച്ചായി.
സ്പെഷ്യലായിട്ട് വർക്ക് ചെയ്യും. വന്നിട്ടില്ല. വർക്കില്ലേ എന്നതാണെന്ന് അറിയുമോ? ഞാനൊരു നാടകക്കാരനായിരുന്നു. എന്നാലും ചോദിക്കുക എന്നെ അറിയോന്ന്. എൻ്റെ പേര് രാജൻ. 87 ബാച്ചിന് സ്കൂൾ ലീഡറായിരുന്നു. പിന്നെ എന്നെ അറിയാത്ത ആരും 87 ബാച്ചിന് താഴെയുള്ള ആൾക്കാർ മുഴുവൻ എന്നെ അറിയിക്കും. ഞാനൊരു ചെറിയൊരു ആളാണ്. ഞാൻ പരിചയപ്പെടുത്താം. എൻ്റെ ഭാര്യ ഷീല, എൻ്റെ മൂത്ത മകൻ രശ്മിത്ത്, രണ്ടാമത്തെ മകൻ അഭിജിത്ത്, മൂന്നാമത്തെ മകൻ സജിത്ത്. മൂത്ത മകൻ കോഴിക്കോട് യൂണിവേഴ്സിറ്റി ഫിസിക്കൽ എഡ്യൂക്കേഷന് 4ാം വർഷം പഠിക്കുന്നു. രണ്ടാമത്തെ +2 കഴിഞ്ഞു, വെൽഡിങ്ങിന് പോകണം. മൂന്ന് മകൻ +2 കഴിഞ്ഞു, ഫിനിഷിംഗ് കാത്തിരിക്കും, പരീക്ഷ എക്സാം എഴുതിയിട്ടാണ്. അപ്പോൾ അത് കാരണം നല്ലൊരു കുടുംബമാണ്, കുഴപ്പമൊന്നുമില്ല. ഇനി എന്താ മക്കളായാലും കൊടുക്കുന്നത്, അത് ഭാര്യ കൊടുക്കണം. അതെ, നന്ദിന സ്കൂളിൽ എപ്പോഴും 1 തൊട്ട് 3 മക്കൾ പഠിച്ചല്ലേ, 5 ദിവസം വരെ അച്ഛൻ വെച്ച പഠിക്കാൻ വേണ്ടിട്ടാ. അപ്പൊ അതായത് ഞാൻ അമ്മയ്ക്ക് മുമ്പ് അല്ല പറയും. ശരി, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം, നന്ദി. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാജേഷ്. എൻ്റെ പേര് നെല്ലായി പോകാത്തയാണ്. പക്ഷെ ഇപ്പോൾ താമസിക്കുന്നത് കോഴിക്കോടാണ്. ഞാൻ MBBS കഴിഞ്ഞു, പിന്നെ ഓർത്തോ കഴിഞ്ഞു. വൈഫ് കുട്ടികളും വന്നിട്ടില്ല. വൈഫ് പീഡിയാട്രിഷ്യനാണ്. മോൻ ഇപ്പോൾ 10 കഴിഞ്ഞു, മോൻ 9th-ലേക്കായി. എന്തായാലും വളരെ സന്തോഷമുണ്ട്. നമ്മുടെ രാമകുട്ടിയും സുമതിയും വിനോദും എല്ലാം കൂടി നമ്മുടെ ഈ ഗെറ്റ് നന്നായി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇനിയും ഇതുപോലെ തന്നെ ഇതിൽ നന്നാക്കി നടത്തണം. എല്ലാവർക്കും ഞാൻ 10ാം ക്ലാസ് B 10B. ശരി, സന്തോഷം. എൻ്റെ പേര് രാജേഷ്. എൻ്റെ ഭാര്യ മീന, മകൾ മാളവിക, മകൻ രോഹിത്. ഇവിടെ എല്ലാവരും എല്ലാവരും കാണാൻ പറ്റിയതിന് വളരെയധികം സന്തോഷം. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ ആശംസകൾ. താങ്ക് യു. രാജു KS. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാജു KS, 10C-യിലാണ് പഠിച്ചത്. എൻ്റെ വൈഫ് ജിഷ ഹൗസ് വൈഫാണ്. മൂത്ത മോള് സിയന്ന കേരളാജ് +2 കഴിഞ്ഞു, എക്സാം എഴുതിയിരിക്കുകയാണ്. മോൻ 9th-ലേക്ക് 8th കഴിഞ്ഞു, 9th-ലേക്ക് എഴുതുന്നു. താഴെ മോള് 5ലേക്കാണ്. അവൾ ഭാരതീയ വിദ്യാഭവൻ പൂച്ചത്തിൽ പഠിക്കുന്നു. ഇപ്പോൾ നമുക്കിവിടെ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു സുദിനമായിട്ടാണ് തോന്നുന്നു. കാരണം ഭയങ്കര സന്തോഷമുണ്ട് മുഴുവൻ. കാരണം നമുക്ക് 30 വർഷം മുൻപ് നമ്മൾ 31 വർഷം മുമ്പ് പിരിഞ്ഞു പോയ എല്ലാവരെയും കണ്ടുമുട്ടി. ഞാനവിടെ പല പെൺകുട്ടികളെയും ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ അവരൊക്കെ ഭയങ്കരമായിട്ട് വരുമ്പോഴേക്കും കെട്ടിപ്പിടിച്ച് സംസാരിക്കുന്ന സന്തോഷിക്കൽ കാണുമ്പോൾ നമുക്ക് നല്ല സന്തോഷം. പെൺകുട്ടികൾ എന്ന് പറയുമ്പോ മക്കളൊക്കെ പറയും കുട്ടികളാ, ഈ തള്ളകള് അല്ലെ, അമ്മമാരായി. അപ്പൊ നമ്മുടെ പ്രായത്തിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. അപ്പൊ നമ്മളിവിടെ ഈ സ്കൂൾ അങ്കണത്തിൽ കളിച്ചും ചിരിച്ചും പഠിച്ചും കിളിമീസ് കളിച്ചും കോട്ട കളിച്ചും വട്ട് കളിച്ചും കുപ്പിക്കായ കളിച്ചും ഈ കളികളൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിയില്ല. ഇവർക്കിപ്പോ ഫേസ്ബുക്കും വാട്സാപ്പും മറ്റുള്ള കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. കുടുംബ ബന്ധങ്ങളും ഒന്നുമില്ല, ഒരു ബുദ്ധിമുട്ടുകളില്ല. എല്ലാവരുടെ കാര്യമാണ് ഞാൻ പറയണത്. കാരണം എന്താ വെച്ചാൽ നമ്മള് ജീവിച്ചു പോകുന്ന കാലം നമ്മൾ കുറെ പുസ്തകം കൊണ്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഇതിങ്ങനെ തോളിൽ വെച്ച് ഒരു ചോറ് മാത്രം വെച്ച് ഒക്കെ വരുന്ന രംഗം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. എൻ്റെ മക്കളോട് ഇതൊക്കെ പറയുമ്പോൾ പറയും
അതൊക്കെ അന്നത്തെ കാലം, ഇത് ഇപ്പോഴത്തെ ജനറേഷൻ ഇങ്ങനെയാണ് എന്നൊക്കെ പറയാറ്. ഇത് എല്ലായിടത്തും ഉള്ള കാര്യമാണെന്ന് എനിക്കറിയാം. നമ്മുടെ ഈ പരിപാടികൾ സംഘടിപ്പിക്കാൻ ഞാൻ റിപ്പോർട്ടിൽ വായിച്ചതാണ്. ഈ ഗ്രൂപ്പും ഈ ഫേസ്ബുക്ക് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ നമ്മുടെ രാമൻകുട്ടി മുൻകൈ എടുത്ത് ഉണ്ടാക്കുകയും ആ വാട്സാപ്പ് ഗ്രൂപ്പിലുള്ളവർക്ക് പറയാം 24 മണിക്കൂറും ലൈവായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് നമ്മുടെ GHSN 87 ഗ്രൂപ്പ്. അതില് ചിലർക്കൊക്കെ ചിലപ്പോൾ ബോറടിക്കുന്നുണ്ടാവും. കാരണം ചിലപ്പോ പേഴ്സണലായിട്ട് വിടേണ്ട കാര്യങ്ങളൊന്നും ഇങ്ങനെ ഇടണമെന്നൊക്കെ തോന്നും. പക്ഷെ എന്നാലും ആ ഒരു ബന്ധം എന്ത് സംസാരിക്കുന്നതും ഇപ്പൊ നമ്മുടെ മനോജ് VP ദുബായിലിരുന്ന് നമ്മൾ എന്തൊരു മെസ്സേജ് ഇട്ടാലും അതിനൊരു മറുപടി തരാതിരിക്കില്ല. അതുപോലെ തന്നെ സുമേഷ് VV, സുമതി, അത് രമേശൻ കാനറ ബാങ്ക് മാനേജർ, അതുപോലെയുള്ള ചില വ്യക്തികൾ ആ ഗ്രൂപ്പിനെ എപ്പോഴും ലൈവാക്കി നിർത്താൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വിനോദ് കുർമാനി, ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഉറക്കത്തിൽ വരെ 87 ബാച്ച് എന്നൊക്കെ പറയുന്നുണ്ടെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു ദിവസം എന്നോട് പറഞ്ഞു. എപ്പോഴും ആ ഒരു ലൈവിലാണ് അവർ നിൽക്കുന്നത്. സദസ്സിൽ കൂടിയിരിക്കുന്ന പഴയ എല്ലാ സഹപാഠികൾക്കും എൻ്റെ എന്താ പറയാ നന്ദി, നമസ്കാരം. ഇങ്ങനെ വരാൻ പറ്റും തോന്നിയില്ല. എന്നിട്ട് നിങ്ങളെല്ലാവരും കിട്ടാൻ വളരെ സന്തോഷം. നമ്മുടെ 87 ബാച്ച് ഇങ്ങനെ കൂടാൻ സാധിച്ചത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ 10B-യിലാണ് പഠിച്ചിരുന്നത്. ഇതെൻ്റെ മകൻ സായിച്ച് അപ്പോഴത്തെ AC വർക്ക് ചെയ്തു. താഴെയുള്ള AC വർക്ക്. പിന്നെ അതൊന്നും വന്നില്ല, ഹസ്ബൻഡും വന്നില്ല. അതൊരു കല്യാണം ഉണ്ടെന്ന് ഞങ്ങൾ പോയിരിക്കുക. ഇങ്ങനെ കൂടാൻ സാധിച്ചത് എനിക്ക് പഴയ കൂട്ടുകാരികളൊക്കെ കണ്ടതിന് വളരെ സന്തോഷമുണ്ട്. വളരെ സന്തോഷമുണ്ട്. ആരാധനായ പൂർവ്വ അധ്യാപകരെ സ്മരിച്ചുകൊണ്ടു 87 ബാച്ചിലെ എൻ്റെ കൂട്ടുകാർക്കും അവരുടെ കുടുംബത്തിനും കൊച്ചുകുട്ടികൾക്കും നമസ്കാരം. ഞാൻ 10ാം ക്ലാസ് A-ലായിരുന്നു. എൻ്റെ പ്രിയ സുഹൃത്ത് രാജനോട് തെറ്റുപറ്റി. രാജൻ സ്കൂൾ ലീഡർ അല്ലായിരുന്നു. രാജൻ ചെയർമാനായിരുന്നു. സ്കൂൾ ലീഡർ ഞാനായിരുന്നു. അതെല്ലാവർക്കും അറിയാം. പക്ഷെ രാജനെന്തോ തെറ്റുപറ്റിയതാണ്. ഈ സ്റ്റേജിൽ ഞാനിപ്പോ അന്ന് എല്ലാ ദിവസവും വാർത്ത വായിക്കുന്നത് ഞാനാണ്, രാജൻ പ്രതിജ്ഞയും. എന്തായാലും വർഷങ്ങൾക്ക് ശേഷം ഈ കൂട്ടായ്മ കണ്ടതിൽ വളരെയധികം സന്തോഷം. 10ാം ക്ലാസ്സിന് ശേഷം ഞാൻ 2 വ്യക്തികളെ മാത്രം വളരെയധികം അന്വേഷിച്ചിരുന്നു. ഒന്ന് ഹരിലാൽ, കുറച്ച് നേരത്തോളം വന്നിരുന്നു ഫാമിലി. കുറെ നാളുകൾക്ക് ശേഷമാണ് ഹരിലാൽ ഇവിടെയാണ് രാപ്പാട് സ്കൂളിന്റെ ഫ്രണ്ടിൽ ഒരു ഹോട്ടൽ ഒരു കട നടത്തുന്നതെന്ന് അറിഞ്ഞിട്ട്. എൻ്റെ വീട് കൊത്തൂരാണെങ്കിൽ പോലും ഹരിലാലിന്റെ കടയിൽ ചെന്ന് എന്നും ചായ കുടിക്കുമായിരുന്നു. ചായ കിട്ടില്ല, ഒരു പാലും വെള്ളവും ഇത് കഴിക്കാറ്, ചായ കാപ്പി കഴിക്കാറ്. അതിനുശേഷം ഷാജി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നമ്മുടെ കൂട്ടുകാരന്മാരിൽ വളരെ സൈലന്റും അതുപോലെ തന്നെ വളരെ പാവപ്പെട്ട, നമ്മളും ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വന്നതാണ്. വളരെയധികം ഞാൻ ശ്രദ്ധിച്ചിരുന്ന ഈ 2 പേരാണ്. ഈ 2 പേരുടെ ഷാജുവിനെ ഞാൻ കൊല്ലത്ത് പോയി ടൈറ്റാനിയത്തിൽ പോയി ഞാൻ കണ്ടു, ഒരു ദിവസം സംസാരിച്ചു. എന്തായാലും ഈ 87 ബാച്ചിലെ കൂട്ടായ്മ കാരുണ്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ദൈവവുമായി നേരിട്ട് സൗഹൃദത്തിൽ ഏർപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരു വേദിയാണ് ഈ 87 ബാച്ച്.
ഞാൻ എൻ്റെ കുടുംബത്തിലേക്ക് കടക്കാം. എല്ലാവരും എന്നെ അറിയുമെന്ന് വിചാരിക്കുന്നു. രാമചന്ദ്രൻ, സ്വദേശം കൊളത്തൂരാണ്. മിസ്സിസ് സരിത. വിവാഹം ചെയ്തിരിക്കുന്നത് ഇരിഞ്ഞാലക്കുട കൂടമാണിക്യ ക്ഷേത്രത്തിൻ്റെ ബാക്കിലാണ്. 2 മക്കളാണ്. ഒന്ന് ആദിത്യ, ഒന്ന് അദ്വൈത് 9th കഴിഞ്ഞു, ഇപ്പോൾ 10ലേക്ക് ആകും. മകള് 7ാം ക്ലാസ് കഴിഞ്ഞു, 8ാം ക്ലാസ്സിൽ. വൈഫ് ഹൗസ് വൈഫാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ കുടുംബം എൻ്റെ അച്ഛനാണ് ഉള്ളത്. ഞാൻ ഒരു കെമിക്കൽ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. മാർക്കറ്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. കുഴപ്പമില്ല. എന്തായാലും ഈ വേദിയിൽ ആദ്യമായിട്ടാണ് ഞാൻ പങ്കെടുക്കുന്നത്. കണ്ടത് എല്ലാവരും കാണാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. തുടർന്നും എല്ലാ കാര്യത്തിനും വിളിക്കണം, എല്ലാ കാര്യത്തിലും ഞാൻ സഹകരിക്കും. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. സന്തോഷം. താങ്ക് യു. ശരിക്കും ആരാ വാർത്ത വെച്ചിരുന്ന ആരാ? ഞാൻ രാമൻകുട്ടി. ഇതെൻ്റെ മകൻ ആദിത്യൻ, ഒരേ ഒരു മകൻ. എൻ്റെ ഒരേ ഒരു ഭാര്യയാണ്. ഇവിടെ ഈ സ്റ്റേജിൽ ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്. അതിന് അവസരം ഒരുക്കി തന്ന വിനോദ് കുർമാലി, പിന്നെ വിനോദിനെ സഹിച്ച ബാക്കി ആളുകൾ 1.5 മാസം ഞാനടക്കം, രാജു, സുമതി, പിന്നെ ബാബു, രാജൻ, ഷാജു, അവർക്ക് പ്രത്യേക നന്ദിയുണ്ട്. അവനെ സഹിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവിടെ ഇരിക്കുന്നതിൽ ഏതാണ്ട് 95% ആളുകളെ ഞങ്ങൾ പേഴ്സണലി വീട്ടിൽ പോയി ക്ഷണിക്കണം. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. കാരണം ഞാൻ സൗദിയിലിരിക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നെ ചലഞ്ച് ചെയ്തിരുന്നു. പുള്ളി പറഞ്ഞു, ഇപ്പോൾ വാട്സപ്പും മൊബൈലും ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംഘടിപ്പിക്കാൻ കഴിയുന്നതെന്ന്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, ഇതൊന്നുമില്ലെങ്കിലും ഇങ്ങനെ പ്രോഗ്രാം ഞങ്ങൾക്ക് സംഘടിപ്പിക്കാൻ കഴിയും എന്ന് പറഞ്ഞു. അതൊരു ചലഞ്ചായി എടുത്തു. ഇന്നും എനിക്ക് ഒരുപാട് ഇവിടെ മൊബൈൽ ഉണ്ടായിരുന്നില്ലെങ്കിലും വാട്സപ്പ് ഉണ്ടായിരുന്നില്ലെങ്കിലും ഞങ്ങൾ ഓരോ ആളുകളുടെ വീട്ടിൽ പോയി ക്ഷണിച്ചു. അപ്പം ഇത് ചെയ്യാൻ പറ്റിയതിൽ കുറച്ച് പേര് സഹകരിച്ചു. രാജു, വിനോദ്, അവർക്ക് പ്രത്യേകം നന്ദി. താങ്ക്സ്. താങ്ക് യു. ഡോക്ടർ രമേശ് എ. എല്ലാവർക്കും നമസ്കാരം. 87 ബാച്ചിലെ 10th C-യിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. നമുക്ക് അറിയാം, നമ്മുടെ ബേബി ടീച്ചറും അതുപോലെ മറ്റു ടീച്ചേഴ്സുമാണ്. മേരി ടീച്ചറും വർഗീസ് സാറും എല്ലാവരും നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഞാൻ 7th വരെ നമ്മുടെ 2nd സ്റ്റാൻഡിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്ക് പിന്നെ ഈ ഒരു എഫേർട്ട് എനിക്കറിയാം, ഗ്രാമങ്ങളുടെയും കൂടുതലും നല്ലൊരു എഫേർട്ടാണ് എടുത്തത്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചു. എനിക്കിതിൽ സജീവമായിട്ട് പലപ്പോഴും പങ്കെടുക്കാറില്ല. ഇപ്പോൾ ഞാനിപ്പോൾ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്. ഭയങ്കര തിരക്കാണ്. ഞാൻ പലപ്പോഴും ഇവർ ഈ വാട്സാപ്പിൽ രാത്രി ഏത് സമയം നോക്കിയോ വാട്സാപ്പ്, ഞാൻ പലപ്പോഴും ആലോചിക്കുന്നത് ഇവർക്ക് എവിടെ നിന്ന് സമയം കിട്ടുന്നത് പലപ്പോഴും ചിന്തിക്കാറ്. വല്ലപ്പോഴും ഈ പോസ്റ്റ് ഞാൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കമൻ്റായിട്ട് വേറെ വരാറുണ്ട്. അപ്പോൾ അടുത്ത കാലത്തൊരു ഞാൻ തമാശയിൽ പാസ് ചെയ്യുന്നപ്പോൾ നമ്മുടെ മനോജ് സൗദിയിൽ ഉടനെ ചോദിച്ചു, നീ എവിടെ നിന്നാണ് കോപ്പി അടിക്കുന്നത്? പഠിക്കുന്ന കാലത്ത് കോപ്പി അടി ഉണ്ടായിരുന്നല്ലോ എന്നാണ് അവൻ്റെ ഒരു കമന്റ്. അപ്പോൾ വളരെ എന്താണ് വാട്സപ്പ്, ഞാൻ പൊതുവെ വാട്സപ്പിനോട് അത്ര യോജിപ്പ് എനിക്കില്ല സത്യം പറയുക. കാരണം എന്തുകൊണ്ടും എനിക്കറിയില്ല. ഫേസ്ബുക്ക് വന്നപ്പോഴും വാട്സപ്പ് വന്നപ്പോഴും ഞാൻ സജീവമായിരുന്നില്ല. അപ്പോൾ വാട്സപ്പ് വരുമ്പോഴും ഞാൻ പലപ്പോഴും നോക്കാറുണ്ട്, റീഡ് ചെയ്യും, ചിലപ്പോൾ കമൻറ്റ് വിടും. പക്ഷേ ഈ ബാക്കിയുള്ളവരൊക്കെ ഈ വാട്സപ്പിൽ പലപ്പോഴും ഇതിനു വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുമ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് ഞാൻ ചിലപ്പോഴൊക്കെ ഒന്ന് കയറുന്നുണ്ട്. പക്ഷെ അധികം ഇൻട്രസ്റ്റ് കുറവായിട്ടാണ് വാട്സപ്പിൽ അധികം മെസ്സേജ് ഇടാത്തത്. പിന്നെ ഒന്നാമത്തെ സമയമില്ല, അതാണ് മെയിൻ പ്രോബ്ലം. പിന്നെ ഞാൻ കോളേജിലെ മെക്കാനിക്കൽ HOD-യാണ്. ഭയങ്കര തിരക്കുള്ള ജോബിനാണ്. എനിക്കറിയാം, നമ്മുടെ രാമൻകുട്ടിയൊക്കെ ആ സമയത്താണ് വളരെ തിരക്കുള്ള. എനിക്ക് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, ഈശ്വര, ഒരു ചായ പോലും വാങ്ങിച്ചു കൊടുക്കാനുള്ള മനസ്സ് ഞാൻ കാണിച്ചില്ലല്ലോ. അതിന് പ്രത്യേകം ഒരു മാപ്പ് ചോദിക്കുന്നു. എന്നുവെച്ചാൽ അവർ വരുമ്പോൾ ഞാൻ ഭയങ്കര ബിസിയായിരുന്നു. കോളേജിൽ അതും ഇതും തല്ലും എഞ്ചിനീയറിംഗ് കോളേജിൽ പേര് മാത്രമേ ഉള്ളൂ. എപ്പോഴും അടിയും ബഹളമാണ്. അപ്പോൾ നമുക്കതിന് HOD ലെവലിലും പ്രിൻസിപ്പൽ ലെവലിലൊക്കെ എപ്പോഴും മീറ്റിംഗ് എപ്പോഴും. എന്നാലും ഇവിടെ വന്നത് വളരെ സന്തോഷമുണ്ട്. ഈ പേര് ഭയങ്കര ഓർക്കാണ്. മലത്തുള്ളി
ഞാൻ ഷീന, ചേട്ടൻ നാഥചേട്ടൻ. ഞങ്ങൾക്കൊരു മോള് ബാംഗ്ലൂർ എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് തിരക്കുണ്ട്, ഞാൻ പെട്ടെന്ന് പോകാൻ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും കണ്ടതിലും ഭയങ്കര സന്തോഷമുണ്ട്. രാമൻകുട്ടി, ആൻഡ്രൂസ്, സുമതി ഒക്കെ എപ്പോഴും കോണ്ടാക്ട് ചെയ്യാറുണ്ട്. നമുക്ക് എല്ലാവരോടും സന്തോഷം. എല്ലാവർക്കും ഞങ്ങളുടെ നമസ്കാരം. ഇത് എൻ്റെ ഭാര്യ സജി പോൾ, പഞ്ചായത്തിൽ വർക്ക് ചെയ്യുന്നു. ഇത് മോൻ 10ാം ക്ലാസ് കഴിഞ്ഞു. ഇത് മോൾ അനാമിക, മകൻ്റെ പേര് അശ്വിൻ രമേഷ്. ഓക്കെ, താങ്ക് യു. കൊക്കോ ഇത് UP വരെ നാഷണലിൽ പോയിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രമേഷ്, NBയിലാണ് പഠിച്ചിരുന്നത്. വീട് വൈരൂരായിരുന്നു. ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയാവുന്നതാണ്. ചിരിക്കുന്നുണ്ട്, സുനിതൊക്കെ ചിരിക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. സത്യം പറഞ്ഞാൽ ഈ പിക്ചറൊക്കെ കാണുന്നുണ്ട്. നമ്മൾ ഈ വഴി കഴിഞ്ഞ് പണ്ട് കഴിഞ്ഞ് പാടം കഴിഞ്ഞ് അങ്ങനെയാണ് ഞങ്ങൾ പോവാറ്, അല്ലേ ശരിയാ? അപ്പൊ രാജേഷ്, മനോജ്, അങ്ങനെ ഒത്തിരി പേര് ഞങ്ങളുടെ വൈദ്യുതി പോകമ്പത്തിലുള്ള ടീമുകളെല്ലാം ഈ വഴി കടന്ന് പാടത്തോടെയാണ് ഞങ്ങൾ സ്ലീപ്പ് പോകാറ്. അപ്പൊ ശരിക്കും ഈ പിക്ചർ കണ്ടപ്പോൾ തന്നെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. പിന്നെ ഇത് ഒരു 2 വർഷം മുന്നാണ് നമ്മൾ ഈ പ്രോഗ്രാമിനെ കുറിച്ച് ഇത്രയും അങ്ങനെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം നമ്മൾ പഠിക്കുന്ന കാലത്തൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇതിന് വന്നപ്പോൾ ഞാനും ആലോചിക്കാറുണ്ടായിരുന്നു, നമ്മുടെ കൂടെ പഠിച്ചിരുന്ന കുറെ പേരൊക്കെ മിസ്സായിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ എവിടെയാണാവോ. പിന്നെ ചിലവരൊക്കെ നമ്മൾ നെല്ലായിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനിലൊക്കെ വെച്ച് കാണുമ്പോൾ അല്ലെങ്കിൽ അമ്പലത്തിൽ ഉത്സവത്തിൽ കാണുമ്പോഴൊക്കെ കാണാറുണ്ട്. പക്ഷെ കുറെ പേരൊക്കെ ഒരുപാട് പേരെ മിസ്സിങ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു നമ്മുടെ ഇന്നസെന്റ് വന്ന ഒരു പരിപാടിയിൽ നമ്മൾ കുറച്ച് പേര് കണ്ടു. അപ്പൊ അന്നാണ് നമ്മുടെ ഡോക്ടർ രാജേഷാണ് നമുക്ക് ഇതിനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതും അതിലേക്ക് ആദ്യമായിട്ട് സംഭാവന ചെയ്തത് ഡോക്ടർ രാജേഷ് ആയിരുന്നു അന്ന്. അപ്പൊ അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി പറഞ്ഞോളുന്നു. പിന്നെ എന്താ പറയാ, SSLC, അതായത് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഈ ബിൽഡിംഗ് എല്ലാം എടുത്ത് പോവാണെന്ന്. പക്ഷെ ഈ ബിൽഡിങ്ങുകളെല്ലാം എടുത്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ളൊരു നമ്മളിപ്പോൾ പഠിച്ചിരുന്ന ഒരു സ്ഥലമാണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. നമ്മുടെ ഓർമ്മകളെല്ലാം പോവും, അല്ലേ? ആക്ച്വലി അതല്ലേ. ഇപ്പൊ നമ്മളിപ്പോൾ കാണുമ്പോൾ എൻ്റെ ക്ലാസ്, ഞാൻ പഠിച്ചിരുന്ന 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ് എന്നൊക്കെ കാണുമ്പോൾ, പക്ഷെ ഇതെല്ലാം എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ മെമ്മറിയിൽ നിന്നൊക്കെ പോകുമായിരിക്കും. പിന്നെ നമ്മൾ ഏതെങ്കിലും വല്ല ഫംഗ്ഷൻ വെച്ച് കാണുമ്പോൾ സ്കൂളല്ലേ, സ്കൂളൊന്നും ഇപ്പോൾ അവിടെ ഇല്ല, അവിടെ വേറെ ബിൽഡിങ്ങുകളൊക്കെ ആയിരിക്കും. അപ്പൊ ഇപ്പൊ കാണുമ്പോൾ നമുക്ക് ഇപ്പോൾ വരുന്ന ഒരു സന്തോഷം പിന്നീട് ഉണ്ടാകുമെന്ന് അറിയില്ല, അതിപ്പോ കണ്ടറിയാം. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് അന്ന് 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ കണ്ട മുഖങ്ങൾ തന്നെ ഒരുപാട് മുഖങ്ങളിപ്പോൾ കണ്ടു. നമ്മുടെ ബോയ്സിനെയൊക്കെ ഒരുപാട് സ്ഥലത്ത് വെച്ച് കാണാറുണ്ട്. കുറേ പേരെ ഇവിടെ കണ്ടത്, വളരെ സന്തോഷമുണ്ട്. പലരും വളരെ സുന്ദരന്മാരായിട്ട് ചെയ്യുന്നുണ്ട്. തടി പറഞ്ഞല്ലോ. ഞാൻ റെനി ടെൻസിയിലാണ് വിളിച്ചിരുന്നത്. പിന്നെ എല്ലാവരും കണ്ടതിന് വളരെ സന്തോഷം. ആരും കൂടെ വന്നിട്ടില്ല. 2 മക്കള്, 2 ആൺകുട്ടികൾ, 2 പേരും പഠിക്കണം. ഒരാൾ ഡിഗ്രിക്ക്, ഒരാൾ 9ലേക്ക്. ഭർത്താവ് ഗൾഫിലാണ്. എൻ്റെ പേര് റിൻസി, 10ാം ക്ലാസ് ഫീലാണ് പഠിച്ചിരുന്നത്. ഇങ്ങനെ ഒരു സംഭവത്തിൽ ഒന്ന് ചേരാൻ സാധിച്ചതിനും വളരെ സന്തോഷമുണ്ട്. എൻ്റെ മകൻ ആൻബിൻ 6ാം ക്ലാസ്സിൽ തൻ്റെ ഒരു ഡിഗ്രിക്ക് പഠിക്കുന്നു. മകൾ സിസ്റ്ററാവാൻ പോയി. ഭർത്താവ് വന്നിട്ടില്ല. പിന്നെ ഇങ്ങനെയൊക്കെ എല്ലാ പരിപാടികളും സംഘടിപ്പിക്കാൻ സാധിച്ച എല്ലാവർക്കും വളരെയധികം നന്ദി. സുമതിയെ ഇടയ്ക്ക് ഫോണിൽ വിളിച്ചിരുന്നു. ശരി, എല്ലാവർക്കും നമസ്കാരം. ഓർമ്മയുള്ള എൻ്റെ പേര് സന്തോഷ്, വീട് പന്തല്ലൂരാണ്. 10Cയിലാണ് പഠിച്ചിരുന്നത്. എന്നും പേരെഴുതുമ്പോൾ, ലീഡർ പേരെഴുതുമ്പോൾ ആദ്യത്തെ പേരെഴുതാൻ എൻ്റെയും പിന്നെ സെബാസ്റ്റ്യൻ നമുക്കൊരു ഓർമ്മയാണ്. പിന്നെ ഒരു ഓണപ്പാട്ട് പാടിയാലോ എന്നാണ്. നമ്മുടെ പാട്ട് പാടാൻ പറഞ്ഞാൽ എളുപ്പമല്ല. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ സതീശനും ഇരിക്കുന്നുണ്ട്. അവരുടെ മുന്നിൽ അത് പാടാൻ തന്നെ അവർ പ്രൊഫഷണൽസ് ആണ്. അപ്പൊ അവരുടെ മുന്നിൽ ഓണമാസം ഓടി വന്നെത്തിയിട്ടും ഓണവെയിലെന്നെ കാണാത്തു, ഓണമാസം ഓടി വന്നെത്തിയിട്ടും ഓണവെയിലെന്നെ കാണാത്തു, ഓണത്തുമ്പികൾ പാറി നടക്കാത്തൊരോണം വന്നു
പൊന്നോണം. വൈഫിൻ്റെ പേര് സബീന, മക്കൾ 2 ആള്. മൂത്താളുടെ പേര് എൽന, രണ്ടാമത്തെ ആളുടെ പേര് എൽഗ. 3 ആൾ വന്നിട്ടില്ല ഇവിടെ. ഓക്കെ. ഹലോ, ഞാൻ സതീശൻ. ഇവിടുന്ന് പഠിച്ചു പോയതിന് ശേഷം വേറൊരു ഫീൽഡിലേക്ക് തിരിഞ്ഞ ഒരാളാണ്. മ്യൂസിക്കാണ് മെയിൻ സബ്ജക്റ്റ്. ചെമ്പൈ മ്യൂസിക് കോളേജിൽ ഇവിടുത്തെ കോഴ്സിന് ശേഷം +2 കഴിഞ്ഞ് പ്രീ ഡിഗ്രി കഴിഞ്ഞ് ചെമ്പൈ മ്യൂസിക് കോളേജിൽ ഡിപ്ലോമ പോസ്റ്റ് ഡിപ്ലോമ കഴിഞ്ഞു. ഈ അറ്റത്തിലെ ക്ലാസ്സിലാണ് പഠിച്ചിരുന്നത്. ഫീൽഡിൽ മെയിൻ മ്യൂസിക്കാണ്. ഞാൻ വയലിനാണ്. പ്രധാനമായിട്ട് ജോലി ചെയ്യുന്നത് ചാലക്കുടി NSS സ്കൂളിലാണ്. 1-2 സ്കൂളുകളിലെ ചാർജ് വേറെയുണ്ട്. മെയിൻ പ്രോഗ്രാമായിട്ട് മ്യൂസിക് പ്രോഗ്രാമായിട്ട് ഞങ്ങൾ കുടുംബം മുഴുവൻ എല്ലാവരും മ്യൂസിക്കാണ്. മൂത്താള് എത്തിയിട്ടില്ല, ആള് വയലിനിസ്റ്റാണ്, ലേഹം പ്രൊട്ടഗനിസ്റ്റാണ്. വൈഫ് ഇവിടെ തന്നെ മ്യൂസിക് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വന്ന് എല്ലാവരും കാണാൻ കിട്ടുന്നതിൽ വലിയൊരു സന്തോഷമുണ്ട്. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കൂടിക്കാഴ്ചയാണ്. പലരും തിരിച്ചറിയാനില്ല, എന്നെ തിരിച്ചറിയാവുന്ന എല്ലാവരും അറിയില്ല. പലരും പറഞ്ഞു പഴയതുപോലെ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ലാന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരെയും കണ്ടതിൽ സന്തോഷമുണ്ട്. ഇത് സംഘടിപ്പിച്ച ഇതിൻ്റെ ഭാരവാഹികളോട് നമ്മൾ പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇതിനു വേണ്ടി സഹകരിക്കുന്നതാണ്. നന്ദി, നമസ്കാരം. ടീച്ചർക്ക് എല്ലാവർക്കും വേണ്ടി ഒരു പാട്ട് പാടാം. എനിക്ക് സിനിമാ പാട്ടുകളൊന്നും എനിക്ക് കൂടുതൽ അറിയില്ല. ക്ലാസിക്കലാണ് കൂടുതൽ ചെയ്യാറുള്ളത്. വെറുതെ എല്ലാവർക്കും വേണ്ടി ഒരു 4 വരി എനിക്ക് അറിയാവുന്ന പോലെ ഒരു സിനിമ പാട്ട് ഞാൻ പാടും. 4 വരി പാടുന്നുള്ളൂ. ഏനുണ്ടോടി അമ്പിളിച്ചന്തം, ഏനുണ്ടോടി താമരച്ചന്തം, ഏനുണ്ടോടി മാരിവിൽ ചന്തം, ഏനുണ്ടോടി മാമഴച്ചന്തം, കണ്ണിട്ടു തൊട്ടു തൊട്ടു ഏതൊന്നും അറിഞ്ഞതേയില്ലേ പൊന്നാരപ്പൂങ്കുയിലേ ഏനുണ്ടോടി. ഞാൻ സരള, ഞാൻ CA പഠിക്കുന്നത്. ഭർത്താവ് വന്നിട്ടില്ല. ശരണ്യ ഒരു ഡിഗ്രി കഴിഞ്ഞു, ഡിപ്ലോമയിൽ പഠിക്കുന്നു. എല്ലാവരും കണ്ടതിലും വന്നതിലും സന്തോഷം. നമസ്കാരം, ഞാൻ സതീഷ് ബാബു. 10 ബിയിലാണ് പഠിച്ചിരുന്നത്. ഞാനൊരു എയർഫോഴ്സുകാരനാണ്. പിന്നെ അത് കഴിഞ്ഞ് റവന്യൂവിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നു, മലപ്പുറം തിരൂർ. പിന്നെ കുടുംബം ഇപ്പോൾ വന്നിട്ടില്ല, അവർ ഡോക്ടറാണെന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വീട് നന്ദിഗിരിയാണ്. മകള് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മോൻ 5-ല്. പിന്നെ ഇങ്ങനെ പ്രോഗ്രാം സംഘടിപ്പിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. രാമൻകുട്ടി മറ്റു സംഘാടകരോടും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മൾ നിൽക്കണം. എൻ്റെ പേര് ഷാജു, അംബികരൻ്റെ വീട്, വൈഫ് ഫിജി, മോൻ അമൽ കൃഷ്ണ, ഇത് രാഘവ കൃഷ്ണ. 9ൽ കഴിഞ്ഞു. പിന്നെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ എല്ലാവരെയും കണ്ടപ്പോൾ ഒരു പ്രത്യേക സന്തോഷം. ഒരു പാട്ട് പറയണം.
നല്ലൊരു വീട്. ഇപ്പോൾ ബിസിനസ് നടന്നു. മകളുണ്ട്, മകനുണ്ട്, ഭാര്യയുണ്ട്. നിങ്ങളെല്ലാവരെയും കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്ന രാമൂട്ടിയോടും മറ്റുള്ളവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ പേര് ശിവ, മലബഞ്ചൂർ, 3 മക്കൾ. എല്ലാവരും ഞാൻ പഠിക്കുന്ന സമയത്ത് 3 ഷീജമാരുണ്ടായിരുന്നു ക്ലാസ്സിൽ. ഒരു കുഞ്ഞു ഷീജ, ഒരു വീഡിയോ ഷീജ, ഒരു വലിയ ഷീജ. വലിയ ഷീജ ഞാനാണ് കേട്ടോ. ചിലർക്ക് മനസ്സിലാവില്ല, കാരണം പോയതിനു ശേഷം ആരും ഞാൻ കണ്ടിട്ടില്ല. ഇടയ്ക്ക് ആ ബിന്ദു ഇടയ്ക്ക് കാണാറുണ്ട്. ഇനി ഞങ്ങളുടെ പാർട്ടിക്കാരും കാണാറില്ലേ, ആ ഭാഗത്തുനിന്ന് ഈ പാർട്ടിക്കാർ വരാനും തോന്നുന്നു. ഞാൻ പറയാം, എന്നെ കണ്ടപ്പോൾ ആരും മനസ്സിലാക്കാം. ഷീജയ്ക്ക് വലിയ കുഴപ്പമില്ല, ഷീജ കൊണ്ടത് തന്നെയാണ്. ഒരു വ്യത്യാസം നിൽക്കാതെ പറയുന്നത് സന്തോഷം കൊണ്ട് എനിക്ക് വർത്താനം പറയാൻ പറ്റുന്നില്ല. കാരണം ആ ഒരു കണക്ഷനിൽ നാളുണ്ട്. പെട്ടെന്ന് ദിവസം മകൻ പറയുന്നു, അമ്മേനെ ഒരു 20 കുറുമാരി അന്വേഷിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആകെ ഒരു വിരോധി ഞാൻ അങ്ങനെയെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വിളിച്ചിട്ടുണ്ട്, അമ്മ നോക്ക് കൊണ്ട് വിളിച്ചത് അങ്ങനെ അറിയാണ്ട് എന്തെങ്കിലും ആൾ വിളിക്കുന്നില്ല, നീ എടുക്ക് നോക്കട്ടെ എന്ന്. അങ്ങനെ എനിക്ക് തന്നു. ഇത് വർത്തമാനം പറയുമ്പോ കുറേ നാളത്തെ പഴയ പോലെയാണ് ആൾ സംസാരിക്കുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി, ആളെ എനിക്ക് മനസ്സിലായെങ്കിലും ഞാൻ സംസാരിച്ചു. പിന്നെ പറഞ്ഞു ഞാൻ ചോദിച്ചു, നമ്മുടെ കുറുമാലിയിൽ ആ ജഗദീശിന്റെ വീടിനൊക്കെ അടുത്തുള്ള വിനോദല്ലേ ചോദിച്ചു. അതെ, പിന്നെ ഓരോരുത്തരോടൊക്കെ ചോദിച്ചു കൊടുക്കി. അങ്ങനെ ഞാൻ രമേശ്, നമ്മുടെ രമേശിനെ അറിയോ, വൈദ്യുതികളുള്ളതാണ്. അപ്പൊ ആദ്യം അവനിപ്പോ മാനേജർ. അപ്പൊ ഞാൻ ആദ്യം അങ്ങനെയല്ല പറഞ്ഞിട്ടില്ല, അപ്പൊ അവരെ ദൈവമേ ഞങ്ങൾ പറയല്ല, അവർ മാനേജർ അവരെ കാണണം. അവരായാലും സോറി പറഞ്ഞു. ഇന്നിപ്പോ അവരെ കണ്ടാൽ ഞാൻ മനസ്സിലാക്കും. എന്തിനാട്ടെ സന്തോഷം. ഇതിന് പിന്നിലുള്ള കഷ്ടപ്പാട് ആലോചിച്ചിട്ടാണ് എല്ലാവരും ഇതിനു വേണ്ടി, എല്ലാവരും ഒത്തുകൂടാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടി മുന്നിട്ടിറങ്ങി കഷ്ടപ്പാടെല്ലാം സഹിച്ച് എല്ലാവരും എവിടേക്ക് എത്തിക്കാനുള്ള ആ ബുദ്ധിമുട്ടാക്കിയിട്ടാണ് ഇന്ന് ഞാൻ ഉച്ചവരെ നോക്കി ജോലി കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോകുന്നു, അവിടെ പോകുന്നു. അപ്പൊ കണ്ടതിന് സന്തോഷം. ഇനി കൂട്ടായ്മ നിലനിന്ന് പോട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇതെന്റെ മോനാണ്. ഭർത്താവ് സുരേഷ് KLF-ലാണ് ജോലി. മകളുണ്ട്, പോളിടെക്നിക് പഠിക്കുന്നു. ഇവരും കോളേജ് തന്നെ പഠിക്കുന്നത്. സന്തോഷം. നന്ദി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശൈലജ. 10th C-യിലായിരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഹസ്ബൻഡ് കൃഷ്ണകുമാർ ആലിക്കാസിൽ വർക്ക് ചെയ്യുന്നു. മോന് ഭദ്രാകൃഷ്ണ +1 കഴിഞ്ഞു. മോനുണ്ട്, മോൻ ഡിപ്ലോമ കഴിഞ്ഞു നിൽക്കുന്നു. ഞാൻ പുല്ലേരി സ്കൂളിൽ മ്യൂസിക് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. എല്ലാവരും കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഒരു ദിവസം വിനോദ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ശൈലജ നീ എവിടെയാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനിവിടെ സ്കൂളിൽ എക്സാം കഴിഞ്ഞ് ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ മുനിസിപ്പൽ സ്റ്റാൻഡിൽ നിൽക്കുന്നുണ്ട്. അവിടെ നിൽക്കൂ, ഞാൻ ഇതേ വരുന്നു കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് പോവാൻ ഞാൻ ബസ് കാത്ത് നിൽക്കുകയാണെന്ന് പറഞ്ഞപ്പോ, അല്ല അവിടെ നിൽക്കും, ഞാൻ അതേ വരെ ഞങ്ങൾ ഇപ്പം എത്തും എന്ന് പറഞ്ഞു. ഇവിടെ അശ്വിനിയുടെ അവിടെയാണ് ഞങ്ങളെന്ന് പറഞ്ഞിട്ട് ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നുണ്ട്. ഇവര് കാറിൽ വന്നിട്ട് കയറും കാറിൽ എന്നെ കയറ്റി രാജേഷ് ചോദിച്ചു, ഞാൻ എവിടേക്കാ ഞങ്ങളുടെ കാറിൽ പോകുന്നത് വല്ല രൂപ ഉണ്ടാവും ചോദിച്ചു. ഞാൻ ഇവര് പറഞ്ഞു വെച്ച് ചാടി കയറി കാറിൽ ഇരുന്ന് ജയശ്രീയെ വിളിക്കാനായിട്ട് ഞങ്ങൾ പോയതാണ്. അങ്ങനെ ഭയങ്കര ഒരു സന്തോഷമുണ്ട്, എല്ലാവരെയും കാണാൻ പറ്റില്ല. ഇനി അടുത്ത വർഷം ഇതുപോലെ കൂടണമെന്ന് ആഗ്രഹിക്കുന്നു. ഭദ്രാകൃഷ്ണ.
ഭർത്താവ് മൂത്ത മോന് വന്നിട്ടില്ല, ഇത് രണ്ടാമത്തെ മോൻ. രണ്ടുപേരും നന്ദിക്കാൻ ഇവിടെ തന്നെ പഠിക്കല്. ശരി. എന്നെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഞാൻ സുമതി ബിയിൽ പഠിച്ചിരുന്നത്. ഒരു മുക്കാപ്പാവാടിയിട്ട് ഇതിലേ ഇങ്ങനെ അവിടെ തുള്ളി ഇവിടെ തുള്ളി ഈ സ്റ്റേജിൽ 10ാം ക്ലാസ് വരെ ഈ സ്റ്റേജിൽ നിന്ന് ഇറങ്ങാത്ത ഒരാള്. ഒരു ആവറേജ് വിദ്യാർത്ഥി, ഇപ്പോഴും ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു സാധാരണ വീട്ടമ്മ, അത്രയാണ് ഞാൻ. എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇതൊക്കെ എങ്ങനെ കഴിഞ്ഞു, അന്നത്തെ ആ കുട്ടിയാണോ അതെന്നൊക്കെ. ഇപ്പൊ ഒന്നില്ലപ്പോഴും ഇവരൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതെന്റെ ചേട്ടൻ എനിക്ക് എല്ലാവിധ സപ്പോർട്ടും തന്നിരുന്ന ആളാണ്. എവിടേക്കും എന്ത് കാര്യങ്ങൾക്കായാലും പങ്കെടുക്കാനും മുന്നിട്ട് പറഞ്ഞ് ചെയ്യുന്ന പറയുന്ന ആളാണ്. അതുപോലെ എൻ്റെ മക്കളെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എൻ്റെ 2 മക്കളെ. എല്ലാ കാര്യത്തിലും എൻ്റെ ഒപ്പം സപ്പോർട്ടുണ്ട്. അമ്മ ഇന്നത് ചെയ്യാൻ പാടില്ല, അങ്ങനെയൊന്നും പറയില്ല. അമ്മയുടെ കൂടെ എപ്പോഴുള്ള 2 മക്കള്. അതുപോലെ എന്നെ ചേട്ടനും. മോൻ ദുബായിലായിരുന്നു, ഇപ്പൊ വന്നേക്കലിൽ വന്നിട്ടുണ്ട്. താഴെയുള്ള മോൻ അജയ്, അവൻ ഇപ്പൊ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഫസ്റ്റ് ഇയർ. മോൻ അക്ഷയ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും. 2.5 വർഷത്തോളം ഈ ഗ്രൂപ്പിൽ ലേഡീസ് ആയിട്ട് ഞാൻ മാത്രമായിരുന്നു. എല്ലാവരും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ചൊടിപ്പിച്ചോണ്ട്, അങ്ങനെ വേണമെങ്കിൽ പറയാം, ഓരോന്ന് പറഞ്ഞ് ചൊടിപ്പിക്കും. അപ്പൊ അവരെന്തെങ്കിലും റിപ്ലൈ ഇടും. എന്നിട്ട് എനിക്ക് ഒരുപാട് ആക്ഷേപങ്ങൾ കിട്ടിയിട്ടുണ്ട്. കാരണം ഞാൻ പല സ്ഥലത്ത് പലരോടും പറഞ്ഞു, നമ്മുടെ ഗ്രൂപ്പുണ്ട്, ഗ്രൂപ്പില് വരണം പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആരും ഇതായിട്ട് പറയില്ല, അത്രത്തോളം നമ്മൾ ആശ്ചര്യപ്പെട്ടിട്ട് പോലും ഈ ഗ്രൂപ്പ് ഇന്ന് ഈ നിലയിൽ എത്തിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. അതിലൊക്കെ ഈ ഗ്രൂപ്പിൽ വന്നതിലാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ഒരു ദിവസം വിളിച്ചു പറഞ്ഞു, 3 ദിവസമുള്ള ആനിവേഴ്സറിക്ക് എന്തെങ്കിലും പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സ്കിറ്റോ ഒരു നാടകം ചെയ്യണം. അപ്പൊ ഞാനൊരു നാടകം എഴുതാം. സുമതിനെ വിളിച്ചു, ഞാൻ ചെറിയ നാടകം എഴുതുന്നുണ്ട്, സുമതിക്ക് കളിക്കാൻ പറ്റുമോ? ഞാൻ വരാം എന്ന് പറഞ്ഞു. സുമതി വന്നു. ഞാൻ ഇതിന് മുന്നേ അഭിനയിച്ചിട്ടൊന്നുമില്ല, നിങ്ങൾ പറഞ്ഞതാ, ഞാൻ ചെയ്തു നോക്കാൻ പറഞ്ഞു. സുമതിക്ക് ഇഷ്ടമാണ് ചെയ്തോ എന്ന് പറഞ്ഞു. ആ നാടകത്തിന് ഏറ്റവും മികച്ച അഭിനേത്രിയായിട്ട് എല്ലാവരും നടന്മാരെക്കാളും തന്നെ ഏറ്റവും മികച്ച അഭിനയം കാഴ്ചവെച്ച വ്യക്തിയായിരുന്നു സുമതി. അതുകൂടെ കാണാൻ വന്നന്ന് ചെറിയ നിസ്സാരകാരൊന്നല്ല ആ നാടകം കൂടെ കണ്ടത്. കലവൂർ രവികുമാർ എന്ന് പറഞ്ഞ ഇഷ്ടം എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത്, മികച്ച സംവിധായകനും കൂടിയായ കലവൂർ. നമസ്കാരം. ഇങ്ങനെ ഒരു പൂർവ വിദ്യാർത്ഥി സമ്മേളനം പല രൂപത്തിലും ഭാവത്തിലും നമ്മൾ ടി വി കൂടെ ആയാലും അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൽ കൂടെ ആയാലും ഇതിനു മുമ്പും കാണാറുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു, നമുക്കും അങ്ങനെ ഒരു ബാച്ച് ഉണ്ടായിരുന്നല്ലോ, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ബാച്ച് നമുക്ക് കൂടാൻ പറ്റുന്നില്ല എന്നുള്ളത് ജസ്റ്റ് എൻ്റെ ഒരു തോട്ട് പ്രോസസ് സംവേർ. ഇപ്പൊ ഞാൻ അത് ഓർക്കുകയാണ്. ആക്ച്വലി ഇപ്പോ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. അതിന്റെ പിന്നിൽ സുമതി പറഞ്ഞ പോലെ ഒരുപാട് 2-2.5 കൊല്ലം നമ്മൾ എന്നെ കൊണ്ട് ഞാൻ ഇനി ഇനിഷ്യേറ്റീവ് എടുത്തിട്ടില്ല. ഒരു പക്ഷേ ഡെഫിനറ്റ്ലി അതിനെ തുടങ്ങി കഴിഞ്ഞാൽ നടക്കും എന്നുള്ളത് ഇവരെല്ലാവരും അത് തെളിയിക്കും. എല്ലാവർക്കും നമസ്കാരമുണ്ട്. എൻ്റെ പേര് വത്സൻ, അനുപമ, 2 മക്കളുണ്ട്, നിപുൺ, വീട്. എല്ലാവരും കണ്ടതിൽ ഭയങ്കര സന്തോഷം. ഹലോ, എന്താണ് പറയേണ്ടതെന്നുള്ളൊരു ധാരണയൊന്നും ഇല്ല. എന്നാലും ഇതുപോലൊരു സദസ്സ് സംഘടിപ്പിക്കുക എന്നുള്ളത് ഒരു ചെറിയ സ്വപ്നത്തിൽ നിന്ന് തുടങ്ങുന്ന ഒരു സംഭവമാണ്. അവിടെ നിന്നാണ് പിന്നെ എന്തിനും ഏതിനും ഞങ്ങളെ തള്ളിവിട്ടിരുന്ന സുമതി, നമ്മുടെ രാജു കേസ്, എന്ത് കാര്യത്തിലും നമുക്ക് കൂടെ നിന്നതാണ് രാജു കേസ്. പിന്നെ മോറൽ സപ്പോർട്ടായിട്ട് രാമൻകുട്ടി, പിന്നെ പുറത്തു നിന്നും എപ്പോഴും നമ്മളിലൂടെ സമ്പാദിക്കുന്ന നമ്മുടെ മനോജ്, സാബു,
അതുപോലെ തന്നെ സുമേഷ് വീട്ടിൽ, അതുപോലെ തന്നെ നമുക്ക് ഒരു പിടി എന്തിനാ ഞാൻ പറയാൻ, നമ്മുടെ അധികം നിപുണത ഈ കാര്യത്തിൽ കുറവുള്ള നമ്മുടെ രാജേഷ് വി വരെ എനിക്ക് വേണ്ടി എപ്പോഴും നമ്മൾ വിളിക്കുമ്പോഴേക്കും എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കും. നമ്മൾ വരും, നമ്മളോട് എന്താ ചെയ്യണ്ടേ എന്ന് ചോദിക്കുന്നതിന് മുൻപ് ഞങ്ങളുടെ ഫാമിലി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഹസ്ബൻഡ് പേര് പ്രദീപ്, LIC മാനേജറാണ് കാട്ടൂര്. പിന്നെ മൂത്ത മോള് പാർവതി, BCom വിമല കോളേജിൽ ഫസ്റ്റ് ഇയർ. രണ്ടാമത്തെ മോള് ഗായത്രി, ഇപ്പോൾ 9th സ്റ്റാൻഡേർഡിലേക്ക്. ഞാൻ ഈ ജില്ലയിൽ മണ്ണ് ജല സംരക്ഷണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലും ചെയ്യാനുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾക്ക് എന്നെ സമീപിക്കാം. പിന്നെ ഇതിനുവേണ്ടി ഇതിന് പുറകിൽ പ്രവർത്തിച്ച ശരിക്കും നന്നായി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാ ആശംസകളും, പ്രത്യേകിച്ച് സുമതിക്ക്. കാരണം എന്നെയൊക്കെ വിളിച്ചത് സുമതിയാണ്. അത്രയും എനിക്കറിയാം, ഞാനൊന്നും പ്രതീക്ഷിച്ചിട്ട് പോലില്ല. കാരണം 1-2 ഗെറ്റ് ടുഗദർ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷമാണ് ഞാൻ ഇങ്ങനൊരു യൂണിയനെ പറ്റി, ഗെറ്റ് ടുഗദറിനെ പറ്റി അറിയുന്നത്. അപ്പോൾ അതിനുവേണ്ടി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. എല്ലാവരും വീട്ടിൽ പോയി കണ്ട് സംസാരിക്കുക എന്ന് പറയുന്നതും ക്ഷമിക്കുക എന്ന് പറയുന്നതും അത്രയും ഒരു പ്രായോഗികമായ കാര്യം അല്ലെങ്കിൽ കൂടെ അവർ പരമാവധി എല്ലാവരും കാണാൻ ശ്രമിച്ചിട്ടുണ്ട്, അതനുസരിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് വളരെയധികം അവരോട് നന്ദി ഉണ്ട് എനിക്ക്. ഞാൻ സുനിത, ചേട്ടൻ രാമദാസ്, മോൻ ഒരു മോളുണ്ട്, MBA ചെയ്യണ മോൻ ആർമിക്ക്. എല്ലാവരും കണ്ടതിന് വളരെ സന്തോഷമുണ്ട്. താങ്ക് യു. 9ാം ക്ലാസ്സിലാണ് ഞാനിവിടെ വരുന്നത്. ഞാനും മനോജ് CGയും 9ാം ക്ലാസ്സിലാണ് വരുന്നത്. പിന്നെ 2 വർഷം ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ 1 തൊട്ട് 7 വരെ പന്തലൂർ സ്കൂളായിരുന്നു. അവിടെ പഠിച്ച കുറേ കുട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു. അത് കൂടാതെ ഒരു വർഷം ഞാൻ ചെങ്ങാനൂർ സ്കൂളാണ് പഠിച്ചത്. എന്തായാലും ഒരു ഭാര്യയും 2 കുട്ടികളും പിന്നെ അച്ഛനമ്മയും അടങ്ങുന്ന കുടുംബം. ഭാര്യ ആലത്തൂർ LP സ്കൂളിൽ പഠിപ്പിക്കുന്നു. പിന്നെ മൂത്ത മകള് +2 കഴിഞ്ഞു, മകൻ 9 പഠിക്കുന്നു. അച്ഛനമ്മയും വളരെ പ്രായമായി. എന്തായാലും ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ആ പഴയ കാലത്തെ ചിത്രം നോക്കിയിട്ട് എൻ്റെ രൂപം തന്നെ എനിക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. എല്ലാവർക്കും ഒരുപാട് മാറ്റങ്ങൾ വന്നു. എന്തായാലും എല്ലാവരും വളരെ ആരോഗ്യത്തോടുകൂടി ചുറുചുറുക്കോടുകൂടി കണ്ടുകൊണ്ട് സന്തോഷമുണ്ട്. എല്ലാവർക്കും സന്തോഷത്തോടുകൂടി ഒരുപാട് കാലം ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ജീവിക്കാൻ സർവേശ്വരൻ അനുഗ്രഹിക്കണമെന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപയോഗിക്കും. എല്ലാവരെയും കണ്ടതിൽ വളരെയധികം സന്തോഷം. മോൻ വന്നതിൻ്റെ ആർന്നു, അതാ ഞാൻ നോക്കിയേ. മോളുണ്ട്, മോളുടെ കല്യാണം കഴിഞ്ഞ് കുട്ടിയായി. മോൻ എൻ്റെ പേര് നിതിൻ. ഞാൻ അവിടെ വർക്ക് ചെയ്യാണ്. തൃശ്ശൂർ റിലയൻസിൽ ബ്രാഞ്ച് മാനേജറായിട്ട് വർക്ക് ചെയ്യാണ്. ചേച്ചി പറഞ്ഞിട്ടില്ല, ചേച്ചി കല്യാണം കഴിഞ്ഞ വരുവാനാണ്. എല്ലാവർക്കും കാണാൻ സന്തോഷം. ഒരു ചെറിയ പ്രശ്നം, അതായത് സ്കൂളിലെ കുട്ടികളുടെ മുഴുവൻ മനസ്സാക്ഷിക്ക് എതിരായിട്ടുള്ള ഒരു കാര്യം സംഭവിച്ചപ്പോൾ ഞങ്ങൾ കുറച്ച് സ്റ്റുഡൻസ് എല്ലാവരും ഇതുപോലൊരു ഡിസിഷൻ എടുത്തു. അതായത് ഞങ്ങൾക്ക് അതിനെതിരെ ഒരു വോയിസ് റേസ് ചെയ്യണം, അത് എല്ലാവരുടെയും ശ്രദ്ധയിൽ പെടുത്തണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊരു കുട്ടിയായിരുന്നു ലീഡർ. അങ്ങനെ കുറച്ച് പേര് ഞങ്ങളുടെ കൂടെ വന്നു. പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് TC കിട്ടും, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് വിളിച്ച് പ്രശ്നം ഉണ്ടാക്കും എന്നുള്ളൊരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ കൂടെ വന്നവരെല്ലാവരും ന്യൂട്രലായി മാറിയൊരു സാഹചര്യം ഞാൻ നേരിട്ട് ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ തൊട്ട് എനിക്കിത് ആരോടെങ്കിലും പറയണം, അല്ലെങ്കിൽ ഇനി നിങ്ങൾക്കെങ്കിലും ഒന്ന് തോന്നണം. അതായത് അങ്ങനെയല്ല നമ്മൾ ഇനി വരുന്ന ജനറേഷനെ വളർത്തേണ്ടത്. ലെറ്റ് ദം സ്പീക്ക് അപ്പ്.
അല്ലെങ്കിൽ അവരുടെ വോയിസ് റേസ് ചെയ്തിട്ടല്ല, അത് വെറുതെ ഇങ്ങനെ കുറെ വാഴപ്പിണ്ടികളായി ജീവിച്ചു പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് വന്നപ്പോൾ അതെനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നുന്നു. സോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഞങ്ങളുടെ കൂടെ വന്ന കുട്ടികളുടെ എല്ലാവരുടെയും വീട്ടിലേക്ക് വിളിച്ച് പറയായിരുന്നു, നിങ്ങളുടെ മോള് ഇതേ പ്രതിഷേധിക്കാൻ ഇറങ്ങിയേക്കണു, നിങ്ങളുടെ മോൻ ഇതേ പ്രതിഷേധിക്കാൻ ഇറങ്ങിയേക്കണു, പിടിച്ചു മാറ്റിക്കോ എന്ന് പറഞ്ഞ് ടീച്ചേഴ്സ് വിളിച്ച് പറയായിരുന്നു വീട്ടിലേക്ക്. എൻ്റെ വീട്ടിലേക്ക് വിളിച്ചില്ല, കാരണം അവർക്കറിയാം എൻ്റെ അപ്പൻ എന്നെക്കാളും വലിയ അലമ്പാവും. അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് കാര്യമില്ലെന്ന് അവർക്കറിയാം. അപ്പോൾ അവർ വിളിച്ചില്ല. അപ്പം ഞാൻ ചോദിച്ചു ടീച്ചറോട്, ടീച്ചർ എന്ത് എൻ്റെ വീട്ടിലേക്ക് വിളിക്കാൻ, ഞാനാണല്ലോ ലീഡർ, എന്തുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വിളിച്ചില്ല എന്ന് ചോദിച്ചു. അപ്പോൾ ടീച്ചർ എന്നോട് പറഞ്ഞത്, നിനക്ക് എന്തെങ്കിലും സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടി ചെയ്തതെന്ന്. അതായത് ടീച്ചർക്ക് തന്നെ അറിയാം, ടീച്ചർ പഠിപ്പിക്കുന്ന പിള്ളേർ ഒരു വാക്ക് പറഞ്ഞ് വേറെ ഒരു ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് വാക്ക് മാറ്റി വേറെ വഴിക്ക് പോണ പിള്ളേരാന്നുള്ള കാര്യം ടീച്ചർക്ക് തന്നെ ബോധ്യമുണ്ടെന്നുള്ളതാണ് ഞാനന്ന് മനസ്സിലാക്കിയത്. നിങ്ങൾ എൻ്റെ ഈ കമ്മിങ് ജനറേഷനിൽ എൻ്റെ പ്രായത്തിലുള്ള എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്താ പറയുക, ഒരു കാര്യം നമ്മുടെ മനസ്സാക്ഷിക്ക് ശരിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ വോയിസ് റേസ് ചെയ്യുന്നത് വേണം. ഇന്നത്തെ സൊസൈറ്റിയിൽ അത് അത്യാവശ്യമാണ്. എക്സ്ക്യൂസസ് പറയാൻ തുടങ്ങി നമുക്ക് എത്ര എക്സ്ക്യൂസ് വേണമെങ്കിലും പറയാം. ഷീസ് എ മുസ്ലിം, ഹീസ് എ ഹിന്ദു, ക്രിസ്ത്യൻ ആണ്, ഒരു മരം വെട്ടി, മരമല്ല വെട്ടിയത്, തലയൊന്നുമില്ലല്ലോ, ഒരു തല വെട്ടി, തലയില വെട്ടി, ഒരു തലയില വെട്ടിയത്, പുറതലൊന്നും വെട്ടിയില്ലല്ലോ. നമുക്ക് എക്സ്ക്യൂസ് പറയാൻ തുടങ്ങിയാൽ ഞാനൊരു അന്ധല്ല, എത്ര എക്സ്ക്യൂസ് വേണമെങ്കിലും നമുക്ക് പറയാൻ സാധിക്കും. സോ നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറയാം, സ്പീക്കപ്പ്, നല്ല ചൊട്ടിമിടുക്കോടുകൂടെ കാര്യങ്ങളെ ഫേസ് ചെയ്യുക, അതിനെതിരെ ഒരു കാര്യം തെറ്റാണെങ്കിൽ അതിനെതിരെ സംസാരിക്കുക. എന്താണ്ടാവുക, എല്ലാവരും ചത്തുപോണതല്ലേ, എല്ലാവരും മരിക്കില്ലേ, എന്തൊക്കെ കൂടിപ്പോയി സംഭവിക്കുക. നമ്മൾ ഇനിയെങ്കിലും അങ്ങനെ ഒരു ജനറേഷനാണ് നമുക്ക് ആവശ്യം. സ്പീക്കപ്പ് ചെയ്യുന്ന കുട്ടികളെയാണ് നമുക്ക് ഇനി ആവശ്യം. കുറെ വയറ് നിറച്ച് പഠിച്ചിട്ട് കുറെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ടല്ല. അപ്പോൾ എല്ലാവരും ഒന്ന് വ്യത്യസ്തരാവാൻ ശ്രമിക്കാനാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ചെയ്യാനായിട്ടുള്ള ഗട്ട്സ്, ആ എന്ത് മല കൊണ്ടുവന്നാലും അത് ചെയ്യുക. അപ്പോൾ അതാണ് എനിക്ക് എല്ലാവരും പറയാനുള്ളത്. അപ്പോൾ ഒന്നുകൂടി എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻ, ഇത് സംഘടിപ്പിച്ചത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഹാവ് എ ഗുഡ് ടൈം.